ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടുംബം കരകയറ്റാനാണ് നമ്മുടെ നാട്ടുകാർ വിദേശങ്ങളിൽ തൊഴിലിനു പോകുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി വന്നുവീഴുന്ന നിയമക്കുരുക്കുകൾ അവരുടെ ജീവിതം തകർത്തെറിയുന്ന സംഭവങ്ങൾ ഏറിവരികയാണ്. സന്നദ്ധ സംഘടനകളും വിദേശകാര്യ മന്ത്രാലയവും ഉണർന്നു പ്രവർത്തിക്കുക മാത്രമാണ് ഇതിനു മുന്നിൽ ഇപ്പോഴുള്ള പോംവഴി. തിരൂർ സ്വദേശി ഗംഗാധരന്റെ ദുരിത കഥ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE ജയിലിൽ കഴിയുന്ന തിരൂർ സ്വദേശി EK ഗംഗാധരനെ മോചിപ്പിക്കണമെന്ന് സേവ് EK ഗംഗാധരൻ ഫോറം. കുട്ടികളിലൂടെ കൃഷിയുടെ സംസ്കാരം വളർത്തിയെടുത്ത് പുതിയൊരു പച്ചക്കറി വിപ്ലവം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MK മുനീർ. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി. വാർത്തകൾ വിശദമായി. കുട്ടികളിലൂടെ കൃഷിയുടെ സംസ്കാരം വളർത്തിയെടുത്ത് പുതിയൊരു പച്ചക്കറി വിപ്ലവം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പച്ചക്കറി വികസന പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല അവാർഡ് ദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പ് നടപ്പാക്കി വരുന്ന പച്ചക്കറി വികസന പരിപാടിയുടെ 2014-15 ജില്ലാതല അവാർഡ് ദാനം കോഴിക്കോട് പുതിയറ ഹോട്ടൽ സ്പാനിൽ വെച്ച് നടന്നു. അംഗത്തിൽ അജയകുമാർ അധ്യക്ഷം വഹിച്ച പരിപാടി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലൂടെ കൃഷിയുടെ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത് പുതിയൊരു പച്ചക്കറി വിപ്ലവം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിലൂടെ ഒരു പച്ചക്കറി വിപ്ലവം തന്നെ കേരളത്തിൽ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ആവശ്യമായ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സുലഭമായി നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, ബാക്കിയുള്ളത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അതൊരു സമ്പാദ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്കും മറ്റ് സംരംഭകർക്കും ഇത് ഒരു പ്രചോദനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ N പ്രശാന്ത്, കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ PK രഞ്ജിനി, DO ജയശ്രീ, മുക്കം മുഹമ്മദ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലീല, PV നവീന്ദ്രൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P പ്രേമജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ വർഷം പച്ചക്കറി വികസന പദ്ധതി നടത്തിപ്പിനായി 325.37 ലക്ഷം രൂപയാണ് കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുഡ് ക്ലസ്റ്റർ, സ്റ്റാൻഡേർഡ് ക്ലസ്റ്റർ, മഴമറ, മൈക്രോ ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ, ഹൈബ്രിഡ് പച്ചക്കറി മാതൃകാത്തോട്ടം തുടങ്ങി 5 പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി വളരെയധികം വിജയപ്രദമായി നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2526.6 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ച് 21,333.76 മെട്രിക് ടൺ ഉൽപാദനം ലഭ്യമാക്കുവാൻ സാധിച്ചു. ഗ്രോ ബാഗ് ഉപയോഗിച്ചുള്ള ടെറസിലെ പച്ചക്കറി കൃഷി, പച്ചക്കറി ക്ലസ്റ്ററുകൾക്കുള്ള ധനസഹായം, സ്റ്റാഗേർഡ് ക്ലസ്റ്ററുകൾക്കുള്ള ധനസഹായം, പമ്പ് സെറ്റ്, സസ്യസംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം, വിദ്യാർത്ഥികളുടെ പുരയിടങ്ങളിൽ പച്ചക്കറി കൃഷി, വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷി, തരിശ് പ്രദേശങ്ങളിലെ പച്ചക്കറി കൃഷി, ബ്ലോക്ക് തല സംഭരണ വിപണന ഫെഡറേഷൻ, ഹൈടെക് നഴ്സറി എന്നിവയാണ് ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE ജയിലിൽ കഴിയുന്ന തിരൂർ സ്വദേശി EK ഗംഗാധരനെ മോചിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സേവ് EK ഗംഗാധരൻ ഫോറം ആവശ്യപ്പെട്ടു. തെളിവുകളെല്ലാം ഗംഗാധരന് അനുകൂലമായിട്ടും കീഴ്ക്കോടതി കനിഞ്ഞില്ലെന്നും വിദേശകാര്യ വകുപ്പ് അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഗംഗാധരന്റെ ജീവൻ നഷ്ടമാകുമെന്നും ഫോറം ഭാരവാഹികളും കുടുംബാംഗങ്ങളും പറയുന്നു. അബുദാബിയിലെ അൽ റബീഹ് പ്രൈവറ്റ് സ്കൂളിൽ 32 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്ന തിരൂർ സ്വദേശി EK ഗംഗാധരാണ് കേസിൽ കുടുങ്ങിയത്.
ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലെ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം. എന്നാൽ തെളിവുകളെല്ലാം ഗംഗാധരന് അനുകൂലമായിട്ടും മേൽക്കോടതി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടും കീഴ്ക്കോടതി പ്രതിയെ വിട്ടയക്കുന്നില്ലെന്ന് സേവ് ഇ കെ ഗംഗാധരൻ ഫോറം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കുട്ടിയുടെയും ഗംഗാധരന്റെയും ശരീരത്തിൽ പലതരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ UAE നിയമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫോറൻസിക് വിഭാഗം നടത്തിയിരുന്നു. ഫോറൻസിക് DNA ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളെല്ലാം ഗംഗാധരന്റെ നിരപരാധിത്വം അടിവരയിടുന്നതാണ്. പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്കൂളിലെ ഓഫീസിനടുത്തുള്ള തിരക്കേറിയ സ്ഥലത്ത് അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് സ്കൂൾ ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ടും ഒരു സ്വഭാവ ദൂഷ്യവും ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ അധികൃതരും വാദിച്ചു. എന്നാൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും കുട്ടിയും മാതാവും പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്നും പറഞ്ഞ് കോടതി വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായി റിപ്പോർട്ടുണ്ടെന്നും അതിനാൽ മറ്റേതോ പ്രതിയെ സംരക്ഷിക്കുന്നതിനായി ഗംഗാധരനെ കുടുക്കിയതായി സംശയിക്കുന്നതായും അദ്ദേഹത്തിന്റെ ഭാര്യ ലീല ഗംഗാധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശ്നത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്ന് ഫോറം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ടീച്ചർ, അഡ്വക്കേറ്റ് PA പൗരൻ, തറയിൽ സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആദം മുൽസി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. UDF ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആദം മുൽസി പറഞ്ഞു. എന്നാൽ ഹയർ സെക്കൻഡറി ടീച്ചർമാരുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ലബ്ബ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലും ഇന്നും വേണ്ട രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ KV ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി M സജീവ്, ട്രഷറർ K രഞ്ജിത്ത്, ഓർഗനൈസിംഗ് സെക്രട്ടറി K സനോജ്, KT ജയപ്രഭ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KV ഷിബു അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ കൈതവളപ്പ് സ്വദേശിനി വലിയകത്ത് വീട്ടിൽ പ്രജിത ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടതായി മാതാപിതാക്കൾ പറഞ്ഞു. കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള വെള്ളയിൽ പോലീസിന്റെ നീക്കത്തിന് ഇതുവഴി തിരിച്ചടി നേരിട്ടെന്നും ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ കൂട്ടിച്ചേർത്തു. പിന്നെ ഈ കുട്ടി മരിച്ചിട്ട് ഈ കുട്ടിയുടെ ദേഹത്ത് ഒരുപാട് മുറിവുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ വെള്ളയിൽ പോലീസ് ഇത് അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ അന്വേഷണം നടത്തി നല്ല രീതിയിൽ പോയായിരുന്നെങ്കിൽ ഇത്രയും ലേറ്റായിട്ട് വരികയായിരുന്നു. കാരണം നമുക്കിപ്പോ എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ കണ്ണിന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയല്ല. 2011 നവംബർ 23 ബേപ്പൂർ കൈതവളപ്പ് സ്വദേശിനി വലിയകത്ത് വീട്ടിൽ പ്രജിത ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ പ്രജിതയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളും കിടപ്പുമുറിയും രക്തത്തിൽ മുങ്ങിയിരുന്നു. എന്നാൽ കേസ് തേച്ചുമായ്ച്ചു കളയാനായിരുന്നു വെള്ളയിൽ പോലീസിന്റെ ശ്രമം. ഇതേ തുടർന്ന് നിരവധി സമരങ്ങൾ നടത്തി. ഒടുവിൽ കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണെന്ന് മാതാപിതാക്കളായ വാസു, രജനി എന്നിവരും പൗരസമാജം ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ ദേശീയ സെമിനാർ നടത്തി. നോവോ 2015 സെമിനാർ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MK ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടുകൂടിയാണ് 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് സെമിനാർ നടക്കുന്നത്. നോവോ 2015 എന്ന് പേരിട്ടിരിക്കുന്ന സെമിനാറിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളോടുള്ള സാമൂഹ്യപരവും മനഃശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകളാണ് വിശകലനം ചെയ്യുന്നത്. ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ MK ജോർജ് സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ CSS EIP ഡയറക്ടർ പ്രൊഫസർ TS നായിഡു മുഖ്യ പ്രഭാഷണം നടത്തി. So that you can able to build up your career in future also. That is what I wanted to emphasize here. Future research should be based on the primary source micro level studies and problem oriented, that we call as applied research or applied anthropology, applied social work research. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ
വിവിധ വിഷയങ്ങളെ അധികരിച്ച വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് HOD ജോജോ പി ജോർജ്, HCIMT പ്രിൻസിപ്പൽ ഷൈനി ജോർജ്, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ജസ്റ്റിൻ പി ജോസ്, മേഴ്സി ജോസ്, M ജിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെമിനാർ ശനിയാഴ്ച സമാപിക്കും. വാർത്തകളിൽ ഇടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ONV കുറുപ്പിന്റെ ഓർമ്മകളുടെ സമാഹാരമായ പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. KP കേശവമേനോൻ ഹാളിൽ MT വാസുദേവൻ നായർ ഡോക്ടർ ഖദീജ മുംതാസിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രദീപ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. എഴുതാനായി മാറ്റിവെച്ച നിമിഷങ്ങൾ ഇനിയുമുണ്ടെന്ന തോന്നൽ ശക്തമായതായി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ പറഞ്ഞു. ONVയുടെ അനുഭവക്കുറിപ്പുകൾ വായിച്ചപ്പോൾ ഈ തോന്നൽ ഇരട്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ONV കുറിപ്പിന്റെ പോക്കുവെയിൽ മണ്ണിലെഴുതിയത് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഖദീജ മുംതാസ് പുസ്തകം ഏറ്റുവാങ്ങി. ONVയുമായുള്ള തന്റെ അടുപ്പത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചാൽ പോലും ഈ അടുപ്പത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. ONVയുടെ അനുഭവക്കുറിപ്പുകൾ അടങ്ങുന്ന പുസ്തകം വായിച്ചപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നി. നേരിടേണ്ടി വന്നതും സാക്ഷ്യം വഹിച്ചതുമായ അനേകം കാര്യങ്ങളാണവ. ഇതെല്ലാം രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നതായും MT കൂട്ടിച്ചേർത്തു. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. അക്ബർ കക്കട്ടിൽ, ഡോക്ടർ KP മോഹനൻ, KN കുഞ്ഞമ്മദ്, പുരുഷൻ കടലുണ്ടി MLA, CP അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായുള്ള ഗപ്പി എക്സ്പ്രസ് യാത്ര ആരംഭിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ സഞ്ചരിച്ച് പകർച്ചവ്യാധികൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കുകയാണ് ഗപ്പി എക്സ്പ്രസിന്റെ ലക്ഷ്യം. ആരോഗ്യശീല ബോധവൽക്കരണ കലാജാഥയും മാജിക് ഷോയും കൊതുകുകളെ നശിപ്പിക്കാനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുമൊക്കെയുമായി ഗപ്പി എക്സ്പ്രസ് നഗരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയായി. കോർപ്പറേഷൻ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്ന് നടപ്പിലാക്കുന്ന സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് ഗപ്പി എക്സ്പ്രസ് പ്രയാണം നടത്തുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഡെങ്കിപ്പനി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്തത്. 1 മാസക്കാലം പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണ ലഘുനാടകങ്ങളും ഓട്ടംതുള്ളലും മാജിക് ഷോയും ഗപ്പി എക്സ്പ്രസിന് അകമ്പടി സേവിക്കും. ദിനേശിനുണ്ടായ ദുര്യോഗവും അയാൾ നാടിനുണ്ടാക്കിയ ദുരന്തവും വിവരിക്കുന്നതാണ് ലഘുനാടകങ്ങളിലൊന്ന്. എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ മാരകരോഗം പരത്തുന്ന കൊതുകുകളെ ഇല്ലാതാക്കാനാകൂ. ചെറിയ കുപ്പിമൂടി മുതൽ വലിയ ടാങ്കുകൾ വരെ ആയിരക്കണക്കിന് കൊതുകുകൾ വിരിയുന്ന സ്ഥലങ്ങളാണെന്ന് ഗപ്പി എക്സ്പ്രസ് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഗപ്പി എക്സ്പ്രസ് ഓരോ പ്രദേശവും പരിശോധിച്ച് ആവശ്യമുള്ളിടത്തെല്ലാം ഗപ്പി മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണി നിർവഹിച്ചു. കൌൺസിലർ CP സലീം അധ്യക്ഷം വഹിച്ചു. DVC യൂണിറ്റ് സീനിയർ ബയോളജിസ്റ്റ് S വിനോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CM വിനോദ്, ജില്ലാ മലേറിയ ഓഫീസർ J വിമൽരാജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ T ചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VG സജീഷ് എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടി തിരുവണ്ണൂർ നാളികേര കോംപ്ലക്സ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ ഫാക്ടറി നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. പ്രതിദിനം 300 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള കമ്പ്യൂട്ടർ നിയന്ത്രിത അത്യാധുനിക കാലിത്തീറ്റ ഫാക്ടറി ഏപ്രിൽ അവസാനം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 7 ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാകും. വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ഏപ്രിൽ ആദ്യവാരത്തോടെ ഉദ്ഘാടനം നടത്താനാവുമെന്നാണ് കിറ്റ്കോ അധികൃതർ പറയുന്നത്. നാളികേര വികസന കോർപ്പറേഷൻ വിട്ടു നൽകിയ 10.8 ഏക്കർ സ്ഥലത്താണ് ഒട്ടേറെ തൊഴിലവസരങ്ങളും കാർഷിക മേഖലയിൽ മുന്നേറ്റവും സാധ്യമാക്കുന്ന കാലിത്തീറ്റ നിർമ്മാണ ഫാക്ടറി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 57.30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ 25,924 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫിനിഷ്ഡ് പ്രൊഡക്ട് ഗോഡൌൺ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പഴയ നാളികേര കോംപ്ലക്സിന്റെ ഭാഗമായിരുന്ന 38,493 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗോഡൌണിന്റെ നിർമ്മാണവും പൂർത്തിയായി. അതുപ്രകാരം മെയ് മാസത്തിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ അടക്കമുള്ള കമ്മീഷൻ നടപടികൾ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും. മെയ് മാസത്തിൽ നല്ല ദിവസം
അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുകയും കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കും. അത് മലബാർ മേഖലയിലെ കാലിത്തീറ്റ രംഗത്ത് ഒരു സ്വയം പര്യാപ്തത നേടാനുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പായിട്ട് മാറും. സീസണുകളിൽ ലഭ്യമാകുന്ന അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ 700 ടൺ സംഭരണശേഷിയുള്ള 10 സൈലോകൾ തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇവ സ്ഥാപിക്കാൻ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. മില്ലിംഗ്, മിക്സിംഗ്, കുക്കിംഗ്, പെല്ലറ്റിംഗ് ടെക്നോളജിയിൽ കാലിത്തീറ്റ നിർമ്മിക്കാൻ 35 മീറ്റർ ഉയരമുള്ള ഫീഡ് മിൽ ടവർ, ഫീഡ് മിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് മോട്ടോർ കൺട്രോൾ സെന്റർ എന്നിവയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. 32 ലക്ഷം ശേഷിയുള്ള മഴവെള്ള സംഭരണി, 60-40 ടൺ ശേഷിയുള്ള 2 വെയിങ് ബ്രിഡ്ജുകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1010 കിലോവാട്ട്സ് ജനറേറ്റർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കാലിത്തീറ്റ നിർമ്മാണത്തോടൊപ്പം 60 ടൺ ആടുതീറ്റയും നാളികേര എക്സ്ട്രാക്ട് യൂണിറ്റും തയ്യാറായിട്ടുണ്ട്. പുതുതായി അംഗീകാരം ലഭിച്ച ലാബ് കം അഡ്മിൻ ബ്ലോക്കിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. നാളികേര വികസന കോർപ്പറേഷൻ അധീനതയിലായിരുന്ന തിരുവങ്ങൂർ നാളികേര കോംപ്ലക്സ്, KICB, BSNL എന്നിവയ്ക്ക് ലക്ഷങ്ങളുടെ കുടിശ്ശിക അടച്ചു തീർക്കാനുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഈ കുടിശ്ശിക കേരള ഫീഡ്സ് അടച്ചു തീർത്തു. തുടർന്നാണ് ഫാക്ടറിയുടെ നിർമ്മാണം തുടങ്ങിയത്. NIT വാർഷിക കലോത്സവം രാഗം 2015 തുടങ്ങി. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. വിദേശ റോക്ക് ബാൻഡുകളുടെ സ്റ്റേജ് ഷോകളും അരങ്ങേറും. NIT വാർഷിക കലോത്സവം രാഗം 2015 പ്രൌഢഗംഭീരമായ ചടങ്ങിൽ തിരിതെളിഞ്ഞു. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. And the car kept driving 10 minutes and doesn't end. So I said, "Hey, is this so big?" So the first thing I asked our students here was, "How big is your campus?" And he said, "It's about 400 acres." So I said, 400 acres is like, and it's all green. Which actually toggled my heart. It was very nice to see that in this age when we actually cut down trees all the time, there's some thought given to environment. So that was a great thing to observe. It's all NIT ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ S. ചന്ദ്രാകരൻ അധ്യക്ഷം വഹിച്ചു. സ്റ്റുഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ദിൽബർ ഷാഹുൽ, രാഗം 2015 കൺവീനർ M. അബ്ദുൾ വാസിഖ്, ഫാക്കൽറ്റി കൺവീനർ ഡോക്ടർ സുനിൽ മാത്യു, സ്റ്റുഡൻസ് വെൽഫെയർ ഡീൻ ഡോക്ടർ ML ജോയ്, സ്റ്റുഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശിഖ മനോജ് എന്നിവർ പ്രസംഗിച്ചു. വിദേശ റോക്ക് ബാൻഡുകളുടേതുൾപ്പെടെ സ്റ്റേജ് ഷോകളും ഫാഷൻ നൈറ്റും സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും. രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് 3000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഗോവിന്ദ് P. മേനോന്റെ പ്രൊഡ്യൂഷ, പ്രോഷോ, ഷോർട്ട് ഫിലിം മത്സരം, ക്ലാസിക്കൽ ഡാൻസ്, അന്താക്ഷരി മത്സരങ്ങളും ഉണ്ടാകും. ആകാശവാണി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സ്വാതി സംഗീതോത്സവത്തിൽ കഴിഞ്ഞ ദിനം ആനന്ദഗാനങ്ങളുമായി ആനയടി ധനലക്ഷ്മിയുടെ കച്ചേരി നടന്നു. സെമിനാറിൽ ചരിത്രപുരുഷനായ സ്വാതി തിരുനാൾ ഒരു പുനർവായന എന്ന വിഷയത്തിൽ ഡോക്ടർ E.K. ഗോവിന്ദവർമ്മരാജ പ്രഭാഷണം നടത്തി. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്വാതി സംഗീതോത്സവത്തിന്റെ 2ാം ദിനം സംഗീത കച്ചേരി അരങ്ങേറി. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ആനയടി C. ധനലക്ഷ്മി വായപ്പാട്ട് അവതരിപ്പിച്ചു. സാവേരി രാഗം ആദിതാളത്തിൽ പരിപാഹി ഗണാധിപ ആലപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ജയ ജയ രഘുരാമ ഷഹാന രാഗം മിശ്രജാപ് താളത്തിൽ പാടി. നെല്ലെ കെ. വിശ്വനാഥൻ വയലിനിലും, PV. അനിൽകുമാർ മൃദംഗത്തിലും, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടത്തിലും, താമരക്കുടി R. രാജശേഖരൻ മുഖർശങ്കിലും പക്കമേളത്തിൽ അകമ്പടി സേവിച്ചു. സംഗീത കച്ചേരിക്ക് മുന്നോടിയായി ചരിത്രപുരുഷനായ സ്വാതി തിരുനാൾ ഒരു പുനർവായന എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഫോക്ലോർ സ്റ്റഡീസിലെ ഡോക്ടർ E.K. ഗോവിന്ദവർമ്മരാജ മുഖ്യപ്രഭാഷണം നടത്തി. ആകാശവാണി കോഴിക്കോട് നിലയം ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന S. രാധാകൃഷ്ണൻ, C. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു.
വെള്ളിയാഴ്ച മലപ്പുറം നിലമ്പൂർ PV's ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ബൈജു എൻ രഞ്ജിത്തിന്റെ വീണ കച്ചേരിയോടെ സ്വാതി സംഗീതോത്സവത്തിന് സമാപനമാകും. സ്വാതി കൃതികളിലെ ഭക്തിഭാവം എന്ന വിഷയത്തിൽ ഡോക്ടർ KM പ്രിയദർശൻലാൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സാംസ്കാരിക വൈവിധ്യം റാമ്പിലെത്തിച്ച് ആറ്റിന്യൂടെ ഫാഷൻ ഷോ ശ്രദ്ധേയമായി. നടക്കാവ് ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ഫാഷൻ ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഫാഷൻ ഷോ അരങ്ങേറിയത്. ചൈനയിലെ ഡ്രാഗൺ ഉത്സവം തൊട്ട് രവിവർമ്മ ചിത്രങ്ങളെ വരെ റാമ്പിലെത്തിച്ച് ആറ്റിറ്റ്യൂഡ ഫാഷൻ ഷോ കോഴിക്കോട്ട് അരങ്ങേറി. ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിലെ ഫാഷൻ ഡിസൈനിംഗ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 85 ഡിസൈനർമാരുടെ വസ്ത്രങ്ങൾ സദസ്സിന് മുൻപിലെത്തി. 22 റൌണ്ടുകളിലായിരുന്നു പരിപാടി. 55 തീമുകളുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മോഡലുകളുമെത്തി. വിവാഹ വസ്ത്രങ്ങൾ, ഓഫീസുകളിൽ ധരിക്കാവുന്നത്, ക്ലാസിക് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ വസ്ത്രങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. നടനും ഡിസൈനറുമായ റോൺസൺ വിൻസെന്റ്, നർത്തകി അമ്പിളി സാജു, ഡിസൈനർ അനുജ രാകേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നടക്കാവ് വികസന സമിതി ഏർപ്പെടുത്തിയ P. സത്യനാഥൻ പുരസ്കാരം മന്ത്രി ആര്യാടൻ മുഹമ്മദ് മികച്ച അധ്യാപികയെ തിരഞ്ഞെടുത്ത കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി TTI മോഡൽ LPയിലെ NV ബിന്ദുവിന് സമ്മാനിച്ചു. PM പ്രേമരാജൻ അധ്യക്ഷനായിരുന്നു. വികസന പദ്ധതികൾക്ക് സ്വന്തമായി പണം നീക്കിവെക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. നടക്കാവ് വികസന സമിതിയുടെ P. സത്യനാഥൻ പുരസ്കാര സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടം വാങ്ങിയാണ് പ്രധാന വികസന പദ്ധതികൾ പോലും നടത്തുന്നത്. സർക്കാരിനെ ആശ്രയിച്ച് മാത്രം വികസനം നടത്താൻ കഴിയില്ല. ഏത് സർക്കാർ വന്നാലും ഇതാണ് സ്ഥിതി. വികസന കാര്യങ്ങളിൽ നാട്ടിലെ വികസന സമിതികൾക്കും NGO സംഘടനകൾക്കും പ്രധാന പങ്കുവഹിക്കാൻ കഴിയും. മികച്ച അധ്യാപികയെ തെരഞ്ഞെടുത്ത കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി TTI മോഡൽ LP സ്കൂളിലെ NV ബിന്ദുവിന് P. സത്യനാഥൻ പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. ആത്മാർത്ഥതയും സത്യസന്ധതയും അതുപോലെ തന്നെ താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം നയിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PM പ്രേമരാജൻ അധ്യക്ഷനായിരുന്നു. KP വിജയകുമാർ, P. ലോഹിതാക്ഷൻ, AS ജോസഫ്, അഡ്വക്കേറ്റ് M. രാജൻ, വളപ്പിൽ രാമദാസൻ, കോയിശ്ശേരി ഉസ്മാൻ, സുധാകരൻ നെട്ടൂളി, C. ശശിധരൻ, S. അബ്ദുൾ റഹീം, നെടുപ്പാശ്ശേരി ശശി, TK അബ്ദുൾ ലത്തീഫ് ഹാജി, M. ബാബു പണിക്കർ എന്നിവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ കാളിയാട്ട മഹോത്സവത്തിന് കൊടിയേറി. ഇനിയുള്ള ഒരാഴ്ചക്കാലം പ്രാദേശിക വരവുകളാലും എഴുന്നള്ളത്തുകളാലും തിരക്കിലാവും ക്ഷേത്ര പരിസരം. പ്രസിദ്ധമായ കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ് ക്ഷേത്ര കാളിയാട്ടോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 1 ചെറിയ വിളക്കും 2 വലിയ വിളക്കും 3 കാളിയാട്ടവുമാണ് നടക്കുക. വെള്ളിയാഴ്ച രാവിലെ കൊടിയേറ്റത്തിന് ശേഷം കൊണ്ടാട്ടമ്പടി ദേവീക്ഷേത്രം, കുന്നോറമല ഭഗവതി ക്ഷേത്രം, കുട്ടത്തുകുന്ന്, പണ്ടാരക്കണ്ടി, പുളിയഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവുകൾ ക്ഷേത്രസന്നിധിയിലെത്തി. വൈകിട്ട് തായമ്പക, ഗാനമേള, വെടിക്കെട്ട്, 28 രാത്രി 8 ഇരട്ട തായമ്പക, നാടകം, 29 രാത്രി 7 തായമ്പക,
മെഗാ ഷോ 30 നാരായണീയം തായമ്പക നൃത്തശില്പം, 31 ഭജന തായമ്പക ഗാനമേള, ഏപ്രിൽ 1 ചെറിയ വിളക്ക് രാവിലെ വണ്ണാന്റെ വരവ്, കോമത്തുപോക്ക് വൈകിട്ട് പാണ്ടിമേളത്തോടെ ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി 7 നാടകം എന്നിവ നടക്കും. 2 വലിയ വിളക്ക് രാവിലെ മന്ദമംഗലം ഇളനിരക്കുല വരവും വസൂരിമല വരവും, വൈകിട്ട് താലൂക്കിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷ വരവുകൾ, തണ്ടാന്റെ അരങ്ങോല വരവ്, അരയന്റെ വെള്ളിക്കുട വരവ്, രാത്രി 11 പുറത്തെഴുന്നള്ളത്ത് എന്നിവ നടക്കും. സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടിയ പിടിയാനപ്പുറത്താണ് ക്ഷേത്രത്തിലെ പ്രധാന നാന്തകം എഴുന്നള്ളിക്കുക. എഴുന്നള്ളിപ്പിന് ഗംഭീരമായ മേളപ്പെരുക്കം, തുടർന്ന് വെടിക്കെട്ട് എന്നിവ നടക്കും. 3 കാളിയാട്ടം, വൈകിട്ട് കൊല്ലത്തെ അരയന്റെയും വേട്ടുവിന്റെയും തണ്ടാന്റെയും വരവുകളും മറ്റ് അവകാശ വരവുകളും കാവിലെത്തും. 6 പുറത്തെഴുന്നള്ളിപ്പ്, പാലച്ചുവട്ടിലെ ആചാരപ്രകാരമുള്ള ചടങ്ങിന് ശേഷം പാണ്ടിമേളം എന്നിവ നടക്കും. തുടർന്ന് ഭഗവതിയുടെ ഊരുചുറ്റൽ, തുടർന്ന് വെടിക്കെട്ട്. രാത്രി 11 12:05 ഇടയിൽ വാളകം കൂടും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും കാഴ്ചശീവേലി, ഓട്ടൻതുള്ളൽ, ചാക്യാർ കൂത്ത്, സോപാന സംഗീതം, കേളികൈ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പാഠകം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും ഉണ്ടാകും. വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആലുമിനി കോഴിക്കോട് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് PNM മുസ്തഫ പറഞ്ഞു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല ചടങ്ങിന് അധ്യക്ഷം വഹിക്കും. MK രാഘവൻ MPയും പ്രദീപ്കുമാർ MLAയും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ കാഴ്ചയില്ലാത്തവരോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെ മാർച്ച് 28 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കും. കോർപ്പറേഷൻ പരിസരത്ത് നടക്കുന്ന ധർണാ സമരം KFB സംസ്ഥാന ജനറൽ സെക്രട്ടറി TN മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. അനുകൂലമായ തീരുമാനങ്ങൾ കോർപ്പറേഷൻ അധികൃതരിൽ നിന്നും ഇല്ലാത്ത പക്ഷം മറ്റു ശക്തമായ സമരമാർഗങ്ങളിലേക്ക് ഫെഡറേഷൻ നീങ്ങുമെന്നും KFB ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE ജയിലിൽ കഴിയുന്ന തിരൂർ സ്വദേശി EK ഗംഗാധരനെ മോചിപ്പിക്കണമെന്ന് സേവ് EK ഗംഗാധരൻ ഫോറം. കുട്ടികളിലൂടെ കൃഷിയുടെ സംസ്കാരം വളർത്തിയെടുത്ത് പുതിയൊരു പച്ചക്കറി വിപ്ലവം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MK മുനീർ. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.